ഓക്കെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യട്ടെ. ബോർണിയോ സ്ക്രീൻ കാണുന്നുണ്ടോ? ഇതിലിപ്പോൾ നമ്മൾ ആദ്യം എടുത്തിട്ടുള്ളത് ലൈറ്റ് സെക്ഷനാണ്. ഇപ്പോൾ ഇവിടെ പോയി നോക്കി കഴിഞ്ഞാൽ ട്രാക്കും കാര്യങ്ങളും ഇടുന്ന് കറക്റ്റായിട്ട് കാണാൻ പറ്റും. 7.6, 4.6, 4.4 എന്നുള്ളതൊക്കെ കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇത് കൊടുക്കാതെ കുറേ കാര്യങ്ങളുണ്ട്. EL1 എന്തെന്ന് മനസ്സിലായാ? EL1 ഈ സാധനം മനസ്സിലായ എന്താണുള്ളത്? ഇല്ല, പറഞ്ഞുതരാം. പിന്നെ ലൈറ്റ് സെക്ഷന്, അതേപോലെ LCD, ഇത് ഡിസ്പ്ലേ സെക്ഷനാണ്. ഇതിൽ LCD 1.8 എന്താണുള്ളത് മനസ്സിലായ? ഏതാ? അല്ല, ഈ 3 വോൾട്ടേജ് മനസ്സിലായ? ഇല്ല, LCD എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വോൾട്ടേജിടെ കാണാം. നമുക്കിവിടെ എത്ര വോൾട്ടേജാണ് നമ്മൾ ബാക്ക് ലൈറ്റും ഡിസ്പ്ലേക്ക് വേണ്ടിയിട്ട് വരുന്നുള്ളത്. OLED ആണ്. OLED എന്ന് പറയുമ്പോൾ 24 വോൾട്ടേജ് അല്ലെങ്കിൽ 15 സെപ്പറേറ്റ് ആയിട്ടുള്ളതല്ല, ഒരു ഐസിൻ്റെ അകത്ത് തന്നെയാണ് ഈ 3 വോൾട്ടേജും വരുന്നത്. 7.6, 4.6, -4.4. ഈ ഒരു വോൾട്ടേജ് ഇവിടെ എത്തണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു പോയിന്റ് പോയാൽ മാത്രമേ ഈ വോൾട്ടേജ് വരത്തുള്ളൂ. ആ ഒരു പോയിന്റും കാര്യങ്ങളൊന്നും ഇവിടെ അടയാളപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, ഒരു മിനിറ്റ്, ഇതിൻ്റെ സ്റ്റിമാറ്റിക് ഓപ്പൺ ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പ് ഇത് ലേഔട്ടിൽ ഇതാണ് നമ്മുടെ ഡിസ്പ്ലേ കണക്ടർ വരുന്നത്. ഈ ഡിസ്പ്ലേ കണക്ടർ ആദ്യം നമ്മൾ കോപ്പി ചെയ്യുക. അത് സാധാരണ ചെയ്യുന്നുള്ളതല്ലേ. അതിന് ശേഷം നമ്മൾ നേരെ ഹാർഡ്വെയർ നോക്കിയിട്ട് കാര്യം ഉണ്ടാവില്ല. ഹാർഡ്വെയർ എന്ന് പറയുന്നുള്ളത് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, ഫുള്ള് ഡീപ്പായിട്ടൊന്നും ഉണ്ടാവില്ല. ഇതിൽ ആദ്യം നമ്മൾ പോകേണ്ടത് ഇത് കോപ്പി ചെയ്യുക, നേരെ നമ്മൾ സ്റ്റിമാറ്റിക്കിലോട്ട് പോവുക, അതിന് പേസ്റ്റ് കൊടുക്കുക, സെർച്ച് ചെയ്യുക. ഈ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതാണ് നമ്മളെ കണക്ടർ വരുന്നത്. C2C എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണക്ടർ. ഈ കണക്ടറിൻ്റെ അകത്ത് നമ്മളെ BBus OVP വരുന്നുണ്ട്. അതേപോലെ തന്നെ കുറേ കണക്ഷൻ, നമ്മളെ സബ്ബോർഡിൻ്റെ കണക്ഷൻ എല്ലാം വരുന്ന ഇതിലോട്ടാണ്. അപ്പോൾ ഇതിൽ ആദ്യം നമ്മൾ നോക്കേണ്ട ഒരു ലൈൻ പറയുന്നുള്ളത്, ഇതിൻ്റെ അകത്ത് ഡിസ്പ്ലേ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ CPU-ലോട്ടേക്ക് അറിയണം. ഡിസ്പ്ലേ കണക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടുള്ള ലൈൻ ഇതിൻ്റെ അകത്തുണ്ട്. ഒരു മിനിറ്റ് ഇടാ. ഈ ഡിസ്പ്ലേൻ്റെ അകത്ത് കേൾക്കുന്നുണ്ടല്ലോ? ഇതിൻ്റെ അകത്ത് നമുക്ക് ഇവിടെ പോയി കഴിഞ്ഞാൽ മെയിൻ കണക്ഷൻ ഡിറ്റക്ട് എന്ന് പറഞ്ഞിട്ട് ലൈന് കാണാൻ പറ്റും. കാണുന്നുണ്ടോ? ഈ കണക്ഷൻ നമ്മൾ ഡിസ്പ്ലേ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ മെയിൻ കണക്ഷൻ ഡിറ്റക്ട്, ഈ പോകുന്ന ട്രാക്കിൽ ഒരു പുള്ളപ്പ് റെസിസ്റ്ററും കൂടി കൊടുത്തിട്ടുണ്ടാവും. ഇത് കാണാം, VDD 1.8 AP എഴുതിയിട്ടുള്ള ഒരു വോൾട്ടേജും കൂടി കാണാൻ പറ്റും. കാണുന്നുണ്ടോ? അത് ഈ റെസിസ്റ്ററിലേക്ക് കൊടുത്തിട്ടുള്ളതാണ്, പുള്ളപ്പ് റെസിസ്റ്റർ എന്ന് പറയും. നമ്മൾ ഈ ഡിസ്പ്ലേ കണക്ട് ചെയ്യാണ്ട സമയത്ത് ഈ ഒരു വോൾട്ടേജ് ഡിസ്പ്ലേ നമ്മളെ CPU-ലോട്ടേക്ക് പോകുന്നുണ്ട്. പവർ IC-ന് വന്നിട്ട് CPU-ലോട്ടേക്ക് ആ വോൾട്ടേജ് പോകും. പക്ഷെ നമ്മൾ ഡിസ്പ്ലേ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ലൈന് ഒരു ഭാഗത്ത് 1.8 വോൾട്ടേജ് ഉള്ള ഭാഗത്ത് 1.8 വോൾട്ടേജ് തന്നെ കാണിക്കും. പക്ഷേ CPU-ൻ്റെ മെയിൻ കണക്ഷൻ ഡിറ്റക്ടർ എന്ന ലൈൻ ഉണ്ടല്ലോ, അത് ഗ്രൗണ്ട് ആയിട്ട് മാറും. മനസ്സിലായാ? ആ ലൈന് ഗ്രൗണ്ടായിട്ട് മാറിക്കഴിഞ്ഞാൽ മാത്രമേ CPU-ക്ക് മനസ്സിലാവത്തുള്ളൂ ഡിസ്പ്ലേ കണക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. മനസ്സിലായാ? ആ കണക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ CPU. നമുക്കിപ്പോൾ നേരത്തെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഇവിടെ 2 ലൈന് കാണാം നമുക്കിതാ.
VDD LCD 3.0 വോൾട്ടേജ്. ഇത് ഹാർഡ്വെയർ സൊല്യൂഷനിൽ ഉണ്ടായ വോൾട്ടേജ് ആണ്, കണ്ടിട്ടേ. അതേപോലെ തന്നെ ഈ ഒരു വോൾട്ടേജും കാണാം, VDD LCD 1.8 വോൾട്ടേജ്. ഈ രണ്ട് വോൾട്ടേജും വരുന്നുള്ളത് LDOൻ്റെ അകത്താണ്. ഈ LDO നമ്മളിത് ഈ സാധനം കോപ്പി ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ നേരെ LDOയിലോട്ട് എത്തും. ഇതാണ് LDO. ഈ LDOൻ്റെ ഇവിടെ നമുക്ക് പോയി കഴിഞ്ഞാൽ കാണാം EN എഴുതിയിട്ടൊരു കണക്ഷൻ കാണാം. EN കാണുന്നുണ്ടോ? ഇത് CPU കൊടുക്കുന്ന ലൈനാണ് ഈ LCD എനേബിൾ 1.8 വോൾട്ടേജ്. റൂട്ട് മനസ്സിലായാ? മനസ്സിലായിട്ടാ? ഒന്നുകൂടി പറയണ. മനസ്സിലായി. ഓക്കെ. അപ്പോൾ ഈ ഒരു 1.8 വോൾട്ടേജ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേ കണക്ട് ചെയ്യണം. ഡിസ്പ്ലേ കണക്ട് ചെയ്താൽ മാത്രമേ CPU ലൈനിലേക്ക് 1.8 വോൾട്ടേജ് കൊടുക്കത്തുള്ളൂ. ഈ ഒരു വോൾട്ടേജ് വന്നാൽ മാത്രമേ ഉള്ളൂ ഈ ഒരു 1.8 വോൾട്ടേജ് നമ്മുടെ ഡിസ്പ്ലേ കണക്ടറിലോട്ട് എത്തത്തുള്ളൂ. ഈ ഒരു വോൾട്ടേജ് നേരെ നമ്മുടെ ഡിസ്പ്ലേ കണക്ടറിലോട്ട് എത്തും. ഇതാണ് ഡിസ്പ്ലേ കണക്ടർ. ഈ ഡിസ്പ്ലേ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്പ്ലേ കണക്ഷൻ ഈ ഒരു 1.8 വോൾട്ടേജ് നേരെ നമ്മളെ ഗ്രാഫിക്കോ IC ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ കണ്ട IC കണ്ടില്ലേ, 3 വോൾട്ടേജ് ഔട്ട് കൊടുക്കുന്ന ഒരു IC പറഞ്ഞില്ലേ, ആ ICയിലോട്ട് ഈ ഒരു വോൾട്ടേജ് പോകും. അതെങ്ങനെ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നമുക്ക് കാണാം, നേരത്തെ ആ ഒരു ലൈനും കൂടി അവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു. EL12 എഴുതിയിട്ടുള്ള ലൈൻ കാണിച്ച ഓർമ്മ വേണ്ട, ഹാർഡ്വെയർ സൊല്യൂഷൻ്റെ അകത്ത് ആ ഒരു വോൾട്ടേജ് ഇവിടെ ഈ സാധനം കാണുക, EL11 EL12 കാണുന്നുണ്ടാ? ഈ ഒരു വോൾട്ടേജ് പോകണമെന്നുണ്ടെങ്കിൽ 1.8 വോൾട്ടേജ് എവിടെ നിന്ന് വരണം? CPU-ൻ്റെ അകത്തുനിന്ന് വരണം. CPU-ൻ്റെ അകത്തുനിന്ന് 1.8 വോൾട്ടേജ് LDOയിലേക്ക് കിട്ടണം. LDO 1.8 വോൾട്ടേജ് ഡിസ്പ്ലേ കണക്ടറിലോട്ട് എത്തിക്കും. ഡിസ്പ്ലേ കണക്ടർ വഴി അവസാനം നേരെ ഗ്രാഫിക് ICയിലോട്ടേക്ക് പോകും. മനസ്സിലായോ? നിങ്ങൾക്ക് ഏത് വോൾട്ടേജാണ് ഇപ്പോൾ ഇവിടെ വരാതെ ഉള്ളതെന്ന് പറഞ്ഞു. ഏത് വോൾട്ടേജാണ് ഇവിടെ വരാതെ? -4.4. ഓക്കെ, ആ വോൾട്ടേജ് എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന വോൾട്ടേജ് ഓക്കെ 4.4 വോൾട്ടേജ് 4.6 വോൾട്ടേജ് -4 വോൾട്ടേജും എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നുള്ള വോൾട്ടേജ് ആണ് ഇവിടെ കാണുന്നുള്ള 3 വോൾട്ടേജ്. ഇവിടെ നമുക്ക് കാണാം VDD LCD 3 വോൾട്ടേജ്. ഈ ലൈന് ബ്രേക്ക് ആയാൽ ആ 2 വോൾട്ടേജ് ഉണ്ടാവില്ല. മനസ്സിലായോ? LCD 3 വോൾട്ടേജ് ലൈന് മിസ്സായാൽ 2 വോൾട്ടേജും നമ്മളെ ഗ്രാഫിക് ICൻ്റെ അകത്തുനിന്ന് പുറത്ത് വരില്ല. പിന്നെ അതേപോലെ തന്നെ LDO ലൈന് കംപ്ലൈൻ്റ് ആയാലും ആ പറയുന്നുള്ള 2 വോൾട്ടേജും പുറത്തിറങ്ങിയില്ല. ഇതൊരു മെക്കാനിക്സ് ആണ്, ഇവർ ഉപയോഗിച്ചിട്ടുള്ള രീതി ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ സ്റ്റാർട്ടിങ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യണം. കാരണം നമുക്കറിയാം ഈ ഒരു ലൈൻ വോൾട്ടേജ് പോകുന്നുണ്ട്. ഏത് വോൾട്ടേജാണ് പോകുന്നുള്ളത്? നമ്മൾ ആദ്യം സ്റ്റാർട്ടിങ് പറഞ്ഞ വോൾട്ടേജ് ഏതാ? ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞ വോൾട്ടേജ് 1.8 വോൾട്ടേജ്. ഡിസ്പ്ലേ കണക്ടറിൽ ഡിറ്റക്ഷൻ ലൈനാണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. ഡിസ്പ്ലേ കണക്ട് ചെയ്യാണ്ട് സെറ്റ് ഓൺ ചെയ്യുക. ഓൺ ചെയ്തതിന് ശേഷം റെസിസ്റ്ററിൻ്റെ 2 ഭാഗത്തും വോൾട്ടേജ് ഉണ്ടോ ഇല്ലെന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കണം. ഒന്നാമത്തെ കേസ്. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നുള്ളത് ഡിസ്പ്ലേ കണക്ട് ചെയ്തതിന് ശേഷം ആ റെസിസ്റ്ററിൻ്റെ ഒരു ഭാഗത്ത് 1.8 വോൾട്ടേജും മറ്റേ സൈഡ് അത് എന്തായിട്ട് മാറണം? 0 വോൾട്ടേജ് ആയിട്ട് മാറണം. രണ്ടാമത്തെ സ്റ്റെപ്പ്. ക്ലിയർ ആണോ? മൂന്നാമത്തെ പറഞ്ഞോ കാണിച്ചു തരാം. ഹാർഡ്വെയർ സൊല്യൂഷൻ്റെ അകത്ത് ഇതിലുള്ള ഫുൾ ഉണ്ടാവില്ല, സാധനം കാണിച്ചു തരാം. ഇവിടെ നമുക്ക് ഹാർഡ്വെയർ സൊല്യൂഷൻ്റെ അകത്ത് ഈ ഒരു വോൾട്ടേജ് വരാൻ വേണ്ടിയിട്ടുള്ള എനേബിൾ ലൈൻ ഒന്നും ഇവിടെ കാണിക്കുന്നില്ല.
മനസ്സിലായി? അപ്പോൾ ഇതിൽ എത്രാമത്തെ കാല് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതിൽ LED ഡിറ്റക്ഷൻ ലൈൻ എന്ന് പറഞ്ഞ ലൈൻ ഞാൻ എത്രാമത്തെ കാലിനുള്ളത് കാണിച്ചു തരാം. ഇതാ മെയിൻ കണക്ഷൻ ഡിറ്റക്ടർ എന്ന് പറയുന്ന കാല് 22ാമത്തെ കാല. അപ്പോൾ ഇതിൽ ഇടുന്ന കാണിച്ചു തരാം. 22ാമത്തെ കാല് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ കാണാം ഇത് 18. ഇവിടെ നോക്കിയാൽ 2, 4, 6, 8, 10, 12 അങ്ങനെ കൊടുത്തില്ല. അപ്പോൾ ഇത് 20, 22ാമത്തെ കാല്. ഇതാണ് 22ാമത്തെ കാല്. മനസ്സിലായോ? ക്ലിയർ ആണോ? ബിറ്റ് മാപ്പ് എടുത്തിട്ട് കാണിച്ചായിരുന്നോ? ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ, നിന്റെ അവിടെ നെറ്റ് സ്ലോ ആണെന്ന് തോന്നുന്നു അല്ലേ? കാണുന്നുണ്ടോ? ഇല്ല. ഓക്കെ, നെറ്റ് സ്ലോ ആണെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ നമ്മൾ 22ാമത്തെ ലൈൻ പറയുന്നത് ഈ ലൈനാ. ഈ ലൈൻ മെയിൻ കണക്ഷൻ ഡിറ്റക്ടർ എഴുതിയിട്ട് കണ്ടില്ലേ? ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാം നമുക്ക് ചെക്ക് ചെയ്യാനുള്ള പോയിന്റ്. നമ്മളെ CPU തൊട്ടടുത്താണ് ആ ലൈൻ ഉള്ളതാ. ഇതാണ് CPU അടുത്തുള്ള ലൈൻ. ബോർഡിൽ ഈ ലൈൻ ഒന്ന് കാണിച്ചു തരാം. LCD CPU ഈ കാണുന്ന റെസിസ്റ്റർ നെറ്റ് സ്ലോ ആണോ? ഇവിടെ കാണുന്ന റെസിസ്റ്റർ. അതിന് ബിറ്റ് മാപ്പ് എടുത്ത് നോക്കുമ്പോൾ എനിക്ക് ആ ലൈന് കറക്റ്റായിട്ട് മനസ്സിലാവും. എൻ്റെ കയ്യിലുള്ള ബോർഡിനോല് ഞാൻ ലൈൻ 22ാമത്തെ ലൈൻ ഞാൻ അവിടെ നിന്ന് നോട്ട് ചെയ്ത് വെച്ചോ. പെന്നും കടലാസും എടുത്തിട്ടുണ്ടാ? ഒന്ന് പെട്ടെന്ന് എഴുതി എടുത്തോ. ഫസ്റ്റത്തെ ചെക്ക് ചെയ്യേണ്ട ലൈന് 22ാമത്തെ പിന്ന്. ഓക്കെ, ഓക്കെ. 22ാമത്തെ പിന്നിൽ നമ്മൾ ചെക്ക് ചെയ്യേണ്ട റെസിസ്റ്റർ 2 ഭാഗം ചെക്ക് ചെയ്യണം കേട്ടോ. ഡിസ്പ്ലേ കണക്ട് ചെയ്തിട്ട് ചെക്ക് ചെയ്യണം, ഡിസ്പ്ലേ കണക്ട് ചെയ്യാണ്ട് ചെക്ക് ചെയ്യണം. ഓക്കെ, 2 സൈഡും വോൾട്ടേജ് കാണിക്കും. റെസിസ്റ്ററിന്റെ 2 സൈഡ് 1.8 വോൾട്ടേജ് കാണിക്കും. കണക്ട് ചെയ്യാണ്ട്, കണക്ട് ചെയ്യുന്നതിനേക്കാളും മുമ്പ്. ഓക്കെ, അതിനുശേഷം നമ്മൾ അടുത്ത ലൈന് ചെക്ക് ചെയ്യേണ്ട രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വോൾട്ടേജ് നമുക്ക് അറിഞ്ഞല്ലോ ഡിസ്പ്ലേ കണക്ട് ചെയ്തെന്നുള്ളത് മനസ്സിലായി. ഡിസ്പ്ലേ കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ LDO ഇവിടെ കാണാം. നമുക്ക് LDO എന്ന് പറഞ്ഞിട്ട് ഇവിടെ 2 IC കാണാം. അതേപോലെ LDO എന്നൊന്ന് കാണിച്ചു തരാം. LCD LDO, ഈ 2 LDO. കാണുന്നുണ്ടാ? ഇവിടെ നമ്മൾ ഈ ലൈൻ താഴത്തെ LDO ആണ് നമ്മൾ നോക്കേണ്ടത്. കാരണം നമുക്ക് വോൾട്ടേജ് മിസ്സിംഗ് ഉള്ള 2 വോൾട്ടേജാണ്. 4.6 വോൾട്ടേജ് -4.4 വോൾട്ടേജ് ആണ് മിസ്സിംഗ് ഉള്ളത്. അതുകൊണ്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് താഴെയുള്ള LDO ആണ്. ഓക്കെ, കണക്ടറിൻ്റെ മേലെ ഫസ്റ്റ് കാണുന്ന LDO നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് LDOയിലായിട്ട് എനേബിൾ ലൈൻ 3.0 വോൾട്ടേജ് CPU അകത്തുനിന്ന് വരുന്നുണ്ടോ നോക്കണം ഓൺ ചെയ്യുന്ന സമയത്ത്. രണ്ടാമത്തെ ലൈൻ കേട്ടോ. അവിടെ ഇതിൻ്റെ 2ാമത്തെ ലൈനാണ് ഇപ്പോൾ പറഞ്ഞത്. LCD എനേബിൾ 3.0 വോൾട്ടേജ്. LDOൻ്റെ നമ്പർ വേണമെങ്കിൽ ഇപ്പോൾ പറഞ്ഞുതരാം. നമ്മൾ ചെക്ക് ചെയ്യേണ്ട LDO എന്ന് അതിൻ്റെ നമ്പേഴ്സ് വരുന്നുള്ളത് U9015. U9015
യെസ്. ഇവിടെ മൂന്നാമത്തെ കാലിലോട്ടേക്ക് 1.8 വോൾട്ടേജ് എനേബിൾ വരുന്നുണ്ടോ ഇല്ലേ ചെക്ക് ചെയ്യണം. മൂന്നാമത്തെ കണക്ഷൻ, മൂന്നാമത്തെ പിൻ 3.0 വോൾട്ടേജ്. 1 അല്ല, സോറി, 3.0 വോൾട്ടേജ്. ഓക്കെ, ഇവിടെ 3.0 വോൾട്ടേജ് വരുന്നുണ്ടെങ്കിൽ നേരെ ഒന്നാമത്തെ കാലിൽ പോയിട്ട് ചെക്ക് ചെയ്യണം 3.0 വോൾട്ടേജ് വരുന്നുണ്ടോ എന്നുള്ളത്. രണ്ടിടത്തും വരണം, ഇവിടവും വരണം, ഇവിടവും വരണം. ആദ്യം മൂന്നാമത്തെ കാലിൽ ചെക്ക് ചെയ്യുക, മൂന്നാമത്തെ പിന്നിൽ ചെക്ക് ചെയ്യുക, അത് കഴിഞ്ഞ ഒന്നാമത്തെ പിന്നിൽ ചെക്ക് ചെയ്യുക. ക്ലിയർ ആണോ? ഓക്കെ, ഡിസ്പ്ലേ ഇട്ടതിന് ശേഷം. ഓക്കെ, യെസ്, ഓൺ ആക്കിയിട്ട്. ഇത്ര പറഞ്ഞത് ക്ലിയർ ആണോ? ഓക്കെ, ഇനി അടുത്ത ഈ ലൈന് നേരെ പോകുന്ന നമ്മുടെ ഡിസ്പ്ലേ കണക്ടറിലോട്ടാണ്. ഇത് കാണാം, ഡിസ്പ്ലേ കണക്ടറിൽ 14ാമത്തെ കാലിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്പ്ലേ ഇട്ട് ചെക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എന്ത് ചെയ്താൽ മതി പറഞ്ഞാൽ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്താൽ മതി. ഡിസ്പ്ലേ റിമൂവ് ചെയ്തിട്ട് ഈ ട്രാക്ക് ഓക്കെ ആണോ, അല്ലെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യേണ്ട ജസ്റ്റ് നമ്മൾ GR വാല്യൂ ചെക്ക് ചെയ്താൽ മതി. ഈ ലൈനിൽ GR വാല്യൂ ഓക്കെ ആണോ അല്ലേ നോക്കിയാൽ. റെഡ് ഗ്രൗണ്ട് വെച്ചിട്ട് നെഗറ്റീവിലാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്, ഡയോഡ് മോഡിലിട്ടിട്ട്. ഷോർട്ടേക്ക് ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ കാണിക്കേണ്ട വാല്യൂ 300ൻ്റെയും ഒരു 800ൻ്റെ ഇടയിലുള്ള ഒരു വാല്യൂ കാണിക്കും. ഇപ്പോൾ ഏകദേശം ഒരു 0.490 എന്ന് പറഞ്ഞൊരു വാല്യൂ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അത് നമ്മളെ മൾട്ടിമീറ്ററിൽ മാറ്റം വരും. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി അടുത്തത് ഈ ഒരു വോൾട്ടേജ് എവിടെ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടെ പോകണം? അത് പറഞ്ഞേ. ഇവിടെ ഡിസ്പ്ലേയിലേക്ക് വന്നത് ഈ ഡിസ്പ്ലേ ഈ 14ാമത്തെ കാലിന് ആവശ്യമായിട്ട് വന്നതല്ല. അത് ഈ വോൾട്ടേജ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഗ്രാഫിക് IC ഉണ്ടല്ലോ, AMOLED IC വരുന്നുള്ള IC ഉണ്ടല്ലോ, അതിലോട്ടേക്കാണ് ഈ വോൾട്ടേജ് വരുന്നത്. അപ്പൊ ഡിസ്പ്ലേ വഴി പറഞ്ഞോ. അല്ലല്ല, ഈ ഡിസ്പ്ലേ വഴി സാധനം നേരെ പോകുന്നുള്ളത് നമ്മളെ ഗ്രാഫിക് ICയിലോട്ടാണ്. നമ്മളിവിടെ കാണാം, നമുക്ക് ഗ്രാഫിക് ICയിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇതിൽ കൊടുത്തിട്ടുള്ള ഗ്രാഫിക് IC എന്ന് പറയുന്നുള്ളത് ഈ കാണുന്ന IC ആണ് ഗ്രാഫിക് IC, അതല്ലേ? ഗ്രാഫിക് IC ലൈറ്റ് IC ഒന്നും തന്നെ അല്ലടാ. ഇത് LED ലൈറ്റാ. LEDയിൽ വരുന്നുള്ളത് 3 ഒരേ ലൈറ്റാ, ഒരേ ICനകത്താ 3 കണക്ഷൻ വരും. സെപ്പറേറ്റ് ലൈറ്റ് വരുന്നതാണെങ്കിൽ അത് LCDയിൽ വരും. സെപ്പറേറ്റ് ആണെങ്കിൽ 16 മുതൽ 40 വോൾട്ടേജ് വരെയാണ് ലൈറ്റ് സെക്ഷനിൽ വരുന്നത്. മനസ്സിലായി? ഇതിൽ വരുന്നുള്ളത് ലൈറ്റ് സെക്ഷന് വേണ്ടിയിട്ട് വരുന്നുള്ള വോൾട്ടേജ് 7.6 വോൾട്ടേജ് ആണ്. ഗ്രാഫിക്കിന് വേണ്ടിയിട്ട് വരുന്ന വോൾട്ടേജ് ആണ് ഒന്ന് 4.6 പ്ലസ് വോൾട്ടേജും. കത്തിപ്പോയിട്ടുണ്ട്, അത് മാറ്റണം. ഇത്ര ഇത്ര കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ ഇത്ര കാര്യങ്ങൾ ഓക്കെയാണ്. ഇതിലിപ്പോൾ പറഞ്ഞ ക്ലിയർ ആണ്. 14ാമത്തെ കാലിലേക്ക് 3.0 വോൾട്ടേജ് വന്ന് ഓക്കെ ആണോ? അത്ര വരെ ഓക്കെ. ഇനി നമ്മൾ അടുത്തത് ഇതിൻ്റെ സ്റ്റിമാറ്റിക്കിലോട്ട് പോവാം. ആദ്യം നമ്മൾ ലേഔട്ട് എടുക്കാം. ഇതാണ് നമ്മുടെ IC, കാണുന്നുണ്ടോ?
ഇവിടെ നമുക്ക് കാണാം EL11 EL12 EL11 EL12 കാണുന്നുണ്ടോ? ഓക്കെ, ഇതിൻ്റെ അകത്ത് നമുക്ക് 3 ഔട്ടാണ് കൊടുത്തിട്ടുള്ളത്. 3 ഔട്ട് എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് EL1യുടെ 2 എണ്ണം വന്നിട്ടുള്ളത്. ഒന്ന് സിംഗിൾ ലൈൻ, ഒന്ന് സിംഗിൾ പറഞ്ഞാൽ ലൈറ്റ് സെക്ഷന് വേണ്ടിയിട്ട് മാത്രം, മറ്റതൊന്ന് ഗ്രാഫിക് ലൈന് എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് എവിടുന്നാ വരുന്നത് മനസ്സിലായതാ? നമുക്കിവിടെ കാണാം LCD VDD LCD 3 വോൾട്ടേജ് നമ്മൾ ഡിസ്പ്ലേ കണക്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഏരിയ നേരെ പോകുന്നുള്ളത് എവിടത്തേക്കാണ്? EL12 പോകുന്നത്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഡിസ്പ്ലേ കണക്ട് ചെയ്തിട്ടാകുമ്പോൾ EL1ലും EL2ൻ്റെ അകത്ത് നമുക്ക് എന്ത് കിട്ടണം? ഒന്നിൽ 1.8 വോൾട്ടേജും കിട്ടണം, മറ്റൊന്നിൽ 3.0 വോൾട്ടേജും കിട്ടണം. ക്ലിയർ ആണോ? അതെവിടെയാണ് കിട്ടേണ്ടത്? നമ്മളെ LED പോകുന്ന ലൈനിൽ ഇതാ ഇവിടെ നമുക്ക് കാണാം LED ഓൺ. ഇത് ഈ സാധനം, ഈ 2 ലൈന് നേരെ പോകുന്ന ട്രാക്ക് ഒന്ന് ട്രേസ് ഔട്ട് ചെയ്തോ. നേരെ പോകുന്നത് ഈ 2 കളർ കണ്ട, ഈ 2 ലൈനിലോട്ടാണ് പോകുന്നത്. ഈ വോൾട്ടേജ് ഇവിടെ വന്നാൽ മാത്രമേ ഉള്ളൂ ഈ ഗ്രാഫിക് ഐസിൻ്റെ അകത്തുനിന്ന് 3 വോൾട്ടേജ് പുറത്തിറങ്ങത്തുള്ളൂ. ഇതാണ് സാംസങ്ങിൻ്റെ മോഡലിൻ്റെ അകത്ത് ഇവർ ചെയ്തിട്ടുള്ള മെക്കാനിസം. മനസ്സിലായോ? അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഞാനിങ്ങനെ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല, അതെടുത്ത് കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാവുള്ളൂ പറയാനുള്ള കാരണം അതാണ്. നിൻ്റെ കേസിൽ ഇത്ര കാര്യങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എവിടെയാണോ ഫോൾട്ട് ഉള്ളത് എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ മൊത്തത്തിൽ ചെക്ക് ചെയ്യണം. പിന്നെ കാണുന്നില്ലല്ലോ. മനസ്സിലായോ? ഇപ്പൊ നമ്മൾ ചെക്ക് ചെയ്ത പാത്ത് കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് എവിടെയാണ് ഫോൾട്ട് ഉള്ളത് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവും. ആ ഫോൾട്ട് ആദ്യം GR വെക്കുക. അത് കഴിഞ്ഞിട്ട് ശേഷം നമ്മുടെ ഡിസ്പ്ലേ കംപ്ലൈന്റ് ആണെങ്കിൽ ആ വോൾട്ടേജ് അപ്പുറത്തേക്ക് പോവില്ല. ഡിസ്പ്ലേ ഇട്ടിട്ടുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പിലോട്ട് പോയാൽ മതി. GR വെക്കുക. അതിനുശേഷം നമ്മൾ ICയിലോട്ട് ആ വോൾട്ടേജ് എത്തുന്നുണ്ടോ ഇല്ല എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കണം. എങ്ങനെയാ? ഒന്ന് IC റിമൂവ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഗ്രാഫിക് IC റിമൂവ് ചെയ്തിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും. രണ്ടാമത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ EL1 EL2 എന്ന് പറയുന്നുള്ള ലൈൻ ഉണ്ടല്ലോ, ആ ലൈനിൽ ജമ്പർ ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാം. ഐസിന് പുറത്ത് ഇടണ പോലത്തൊന്നുമില്ല, നമ്മളെ കണക്ടറിന്ന് പുറത്തേക്ക് ഇട്ടാൽ മതി. ഇപ്പം ഇതിൽ ഒരു മിനിറ്റ് ഒന്നുകൂടി കാണിച്ചു തരാം. ആ ലൈനിൽ വേറെ ഏതെങ്കിലും ട്രാക്ക് ഉണ്ടോ എന്ന് നോക്കാം. ഇപ്പം അതിൽ ഡയറക്റ്റ് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പം അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. ഞാൻ അതൊന്നും കൂടി കാണിച്ചു തരാം. ഇതിൽ നമ്മളെ പറഞ്ഞോ EL1 ഉദ്ദേശിച്ചത്? ഒന്നിൽ 1.8 മറ്റൊന്നിൽ 3 വോൾട്ടേജ്. ഇവിടെ കാണാം ഈ ലൈന് 2 എണ്ണം കൊടുത്തിട്ടുണ്ട്. ഒന്ന് 18 ഒന്ന് 20. 20ാമത്തെ ലൈന്
പോകുന്ന ട്രാക്ക് നോക്കിയാൽ മതി. എവിടെയെങ്കിലും റെസിസ്റ്റർ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ചെക്ക് ചെയ്യാം, കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് ഈ പോകുന്ന ട്രാക്കിൽ ഇവിടെ ഒരു റെസിസ്റ്റർ ഉണ്ട്, അതുകൊണ്ട് നമുക്കിവിടെ സിമ്പിളായിട്ട് ചെക്ക് ചെയ്യാം. ജമ്പർ ഇടണോന്നുള്ള ഏതാ എവിടെ? ഇത് LED ടൈപ്പാണ്. LED ടൈപ്പിൻ്റെ അകത്ത് ഡയോഡ് ഉണ്ടാവില്ല. ഐസിന്റെ അകത്തുനിന്ന് LED ഇത് ഡയോഡ് ഉണ്ട്. ഐസിന്റെ അകത്ത് ഈ സാധനം വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ പുറത്തുണ്ടാവില്ല. ആ പറഞ്ഞു, എന്താ പറഞ്ഞത്? ആ കോയില ഇതല്ല ഉദ്ദേശിച്ചത്. ആ കോയില. ആ ഇനിയിപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ അടുത്ത സ്റ്റെപ്പ് ചെക്ക് ചെയ്യാൻ തീർന്നിട്ടാ. ഇതെല്ലാം ഓക്കെ ആണെങ്കിൽ അടുത്ത സ്റ്റെപ്പ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഐസിൻ്റെ അകത്ത്. ഇത് നാളെ നീ നോക്കിയിട്ട് പറ, ഇത്തരം കാര്യങ്ങൾ ചെക്ക് ചെയ്തിട്ട് നാളെ നോക്കിയിട്ട് പറ, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവും. നമ്മളിനി ഐസിനെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐസിനെ ഡീകോഡ് ചെയ്യണം. ഈ ഐസിൻ്റെ അകത്ത് ഇത് ഡീകോഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ, ഏത് സെക്ഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതിനുള്ളത് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്ക്. അത് CPU ചെയ്യേണ്ട ആവശ്യം, ഈ ലൈനേക്ക് ചെയ്താൽ മതി. ആ ലൈനിന്റെ എനേബിൾ വരുന്നില്ല എന്നുണ്ടെങ്കിൽ CPUന്റെ കംപ്ലൈന്റ്. ഓക്കെ അല്ല? അപ്പോൾ ഓക്കെ, നമ്മൾ ടൈമായി. ഏകദേശം 10 മണിയാകുമ്പോൾ നമുക്ക് ഓഫ്ലൈൻ സ്റ്റുഡൻസിൻ്റെ ബാക്ക് സപ്പോർട്ട് ക്ലാസ് ഉണ്ട്. 10 മണിയിൽ 1 മണിക്കൂർ. അവനെ അത് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പറ. അത് നോക്കിയിട്ടായിട്ട് ക്ലിയർ ആയില്ല എന്നുണ്ടെങ്കിൽ ഇതും കൂടി ഞാൻ പറഞ്ഞുതരാം, ഇതെങ്ങനെ നമ്മൾ ചെക്ക് ചെയ്യാനുള്ളത് നാളെ പറഞ്ഞുതരാം. ഓക്കെ ഓക്കെ, ഗുഡ് നൈറ്റ്. വെൽക്കം.